വോട്ടിങ്ങിൻ്റെ നിശ്ചിത സമയം അവസാനിക്കാൻ പോവുകയാണ്. പക്ഷേ വടകരയെ സംബന്ധിച്ച് പോളിംഗ് ഈ സമയം കൊണ്ട് അവസാനിക്കില്ല എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം പോളിംഗ് ബൂത്തുകൾക്ക് മുൻപിൽ, ഒട്ടുമിക്ക പോളിംഗ് ബൂത്തുകൾക്ക് മുൻപിലും വോട്ടർമാരുടെ നീണ്ട നിര തന്നെയാണ്. ദൃശ്യങ്ങളിലുള്ളത് എടച്ചേരിയിലെ നരിക്കുന്ന് സ്കൂളിലെ ബൂത്തിലാണ്. അതായത് സ്ത്രീകളായാലും പുരുഷന്മാരായാലും എല്ലാവരും മണിക്കൂറുകളോളം ഇവിടെ വരി നിൽക്കുകയാണ് വോട്ട് ചെയ്യുന്നതിന് വേണ്ടി. നീണ്ട നിര തന്നെ അനുഭവപ്പെടുന്നുണ്ട്. ഇവിടെ 3 ബൂത്തുകളാണ്. മൂന്നിടത്തും നോക്കിക്കഴിഞ്ഞാൽ വലിയ തിരക്ക് തന്നെയാണ്. ഒപ്പം പ്രത്യേകിച്ച് പറയേണ്ട മറ്റൊരു ബൂത്ത് എന്ന് പറയുന്നത് കോട്ടപ്പള്ളിയാണ്. അവിടെയും 100-200ഓളം ആളുകൾ വോട്ട് ചെയ്യുന്നതിന് വേണ്ടി വരി നിൽക്കുക തന്നെയാണ്. നമുക്ക് ഈ വോട്ടർമാരുടെ പ്രതികരണത്തിലേക്കാണ്. ചേച്ചി എത്ര സമയം വന്നിട്ട്? 2 മണിക്ക് വന്നതാണ്. 2 മണിക്ക്. ഇപ്പം 5:30 ആയില്ലേ? 5:30 അതുവരെ ഇരുന്ന് നേരം മുതലേ വരിയില്ലല്ലേ? വരിയില്ല, ഇരിക്കാൻ പറ്റുന്നില്ല കാല് കഴിഞ്ഞിട്ട്. അതുകൊണ്ട് ഇവിടെ വന്നിരുന്നു. ഒരു സാധാരണ ബൂത്തിൽ 2 മിഷൻ ഉണ്ടായാൽ വേഗത്തിൽ ഇത്ര തിരക്കൊന്നും എനിക്ക് ഓർമ്മയില്ല. എങ്ങനെയാണ് നിന്ന് എനിക്ക് ഓർമ്മയില്ല. അത്രയും തിരക്കായി ഇവിടെ തന്നെയാണ് എപ്പോഴും ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, ഇവിടെ തന്നെയാണ്. ഞാൻ ചെറുതേരത്ത് ഇവിടെ തന്നെയാണ്. ആദ്യം ഫസ്റ്റിലേ തുടങ്ങിയ ഇവിടെയാണ്. ആദ്യമായിട്ട് എനിക്ക് എൻ്റെ അനുഭവത്തിൽ ഇത് ആദ്യമായിട്ട് ഇത്രയും തിരക്ക്. ചേച്ചി നിങ്ങളും കുറെ സമയമായോ നിൽക്കുന്നത്? കുറെ സമയം, 2 മണിക്കൂർ 2.5 മണിക്കൂർ വരെ, 3 മണിക്കൂറിൻ്റെ അടുത്തായി. 3 മണിക്കൂർ വരിയില്ല. വരിയില്ല. തളർന്നിട്ടുണ്ടാവില്ലോ? വെള്ളമെല്ലാം തന്ന് കുടിച്ച്. എന്താ ഇങ്ങനെ നീണ്ടു പോകുന്നതെന്ന് ചോദിച്ചോ? എന്തോ മിഷ്യൻ്റെ തകരാറെന്നാ പറഞ്ഞത്. അതാ പറഞ്ഞത്. ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ശേഷം. 3 മണിക്കൂറായോ? 3 മണിക്കൂറായി. സമയം മടുപ്പായില്ലേ? പിന്നെ എന്താ ഇങ്ങനെ ഇതുവരെ ആയിട്ടില്ലേ? ഇത് ചെയ്യാണ്ടൊന്നുമില്ലല്ലോ. ചെയ്തതാണോ അതോ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നതാണോ? ചെയ്യാൻ വേണ്ടി. ഈ സമയം നമ്മൾക്ക് വോട്ട് ചെയ്ത് എല്ലാവരും വീട്ടിലേക്ക് പോകും. ഇവിടെ ഇന്ന് ക്യൂ നിൽക്കുന്ന ഇത്രയും വലിയ വിഷമത്തിലാണുള്ളത്. അതെങ്ങനെ കുറി നാളെല്ലാം ഈ സമയം നമ്മൾക്ക് ഇവിടെ ഉണ്ടാവില്ലേ? ഉച്ചയ്ക്ക് ശേഷം പറഞ്ഞാൽ ആരും ഉണ്ടാവില്ല. വോട്ടും ചെയ്ത് വേഗം പോകും. ഈ സമയമൊന്നും ഇവിടെ അങ്ങനെ ആളുണ്ടാവില്ല. ഇത് പോകുന്ന സാധാരണ സമയം ഇപ്പം വരിയില്ല. ആ വരി നാളെ വരിയിലുള്ളത്. ഇതിനെല്ലാം ഒരു പരിഹാരം കണ്ടെത്തണം. 3 പ്രാവശ്യം വന്ന് മടങ്ങിപ്പോയി. ആളായിട്ട് 3 പ്രാവശ്യം വന്ന് മടങ്ങിപ്പോന്നു. നല്ല ഇവിടെ വന്ന് മടങ്ങിപ്പോന്നു തിരക്കായതുകൊണ്ട്. പിന്നെ വീണ്ടും വന്നതാ. ചെയ്തിട്ട് പോവാ. അത് ബസ്സും ഇതെല്ലാം ബ്ലോക്കായാലും അതും കണക്കായി. നമുക്ക് ബോട്ടിനകത്ത് ബോട്ട് വിചാരിച്ച് വന്നത്. രാവിലെ ഇവിടെ 5 മണി മുതൽ ഇവിടെ